എല്ലാ ദൈവ മക്കളെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യും. നമ്മൾ വളരെ ചുരുങ്ങിയ ആളുകളെ ഉള്ളൂ, എന്നാൽ പോലും കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പകൽക്കാലം നമ്മളോട് സംസാരിക്കും. വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 14-ന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. ജസ്റ്റ് ഞാനത് വായിക്കാം. യേശു ജനക്കൂട്ടത്തെ യാത്ര അയക്കുന്നതിനിടയിൽ തനിക്ക് മുൻപ് ശിഷ്യന്മാർ വെള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. ജനത്തെ യാത്ര അയച്ചതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് ഏകനായി ഒരു മലയിലേക്ക് കയറിപ്പോയി. അദ്ദേഹം ആ രാത്രിയിൽ അവിടെ തനിച്ചായിരുന്നു. അപ്പോൾ വള്ളം കരയിൽ നിന്ന് വളരെ ദൂരം പോയിരുന്നു. കാറ്റ് പ്രതികൂലമായിരിക്കാൻ വള്ളം തിരകളാൽ ആടി ഉലയുകയായിരുന്നു. രാത്രി 3 മണിക്ക് ശേഷം യേശു തടാകത്തിന് മീതെ കൂടി നടന്ന് ശിഷ്യന്മാരുടെ അടുക്കെത്തി. അദ്ദേഹം തടാകത്തിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയവിഹ്വലരായി അയ്യോ ഭൂതം എന്ന് പറഞ്ഞ് അവർ ഭയന്ന് അലമുറയിട്ടു. ഉടനെ തന്നെ യേശു അവരോട് പറഞ്ഞു, ധൈര്യപ്പെടുക, അത് ഞാനാകുന്നു, ഭയപ്പെടേണ്ട. അപ്പോൾ പത്രോസ്, കർത്താവേ, അത് അങ്ങാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നടന്ന് അങ്ങയുടെ അടുത്തെത്താൻ കൽപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചു. വരിക, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പത്രോസ് വെള്ളത്തിൽ നിറങ്ങി വെള്ളത്തിനു മീതെ യേശുവിന്റെ അടുക്കിലേക്ക് നടന്നു. എന്നാൽ അയാൾ കൊടുങ്കാറ്റ് കണ്ട് ഭയപ്പെട്ട് മുങ്ങാൻ തുടങ്ങി. കർത്താവെ, രക്ഷിക്കണമേ, അയാൾ നിലവിളിച്ചു. യേശു ഉടനെ തന്നെ കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു എന്ന് ചോദിച്ചു. പിന്നെ അവർ വള്ളത്തിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വള്ളത്തിൽ ഉണ്ടായിരുന്നവർ അങ്ങ് ദൈവപുത്രൻ തന്നെ, സത്യം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വീണു വണങ്ങി. ഹല്ലേലൂയ. 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. അത് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരുപക്ഷെ ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ പകൽക്കാലം ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അവരെ ആ ജനക്കൂട്ടത്തെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാൻ അയച്ചെന്നാണ് കാണുന്നത്. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്തു? നിർബന്ധിച്ചയച്ചു. അതിനുശേഷം കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് മലയിലോട്ട് കയറിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവിടെ അദ്ദേഹം തനിച്ചായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ജനത്തെ നിർബന്ധിച്ചു വള്ളത്തിൽ കയറ്റി അയച്ചു. അതിനുശേഷം കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി. സ്തോത്രം. അല്ലെങ്കിൽ രാവിലെ കാലം ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. സ്തോത്രം. കർത്താവ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഈ രാവിലെ സമയം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരു നിർബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് താല്പര്യമില്ലാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കാം, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം കർത്താവ് നമ്മോട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, അതിന് പിന്നിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കാൻ തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം ഹല്ലേലൂയ, മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കോ നമ്മളെ വിട്ടുകൊടുക്കാനായിട്ടല്ല, തമ്പുരാന്റെ ഇഷ്ടത്തിന് നാം നിർബന്ധിപ്പിക്കപ്പെടുവാൻ നാം തയ്യാറാകുമ്പോൾ, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, മുന്നിൽ വരുന്ന പ്രതിസന്ധിയെ അതിജീവിപ്പാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നതിന് യാതൊരു തർക്കവുമില്ല. ഈ വചനം അതിന് സാക്ഷ്യം പറയുക. സ്തോത്രം. അടുത്തതായിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം അതിന്റെ 25-ാമത്തെ വാക്യം, രാത്രി 3 മണിക്ക് ശേഷം യേശു തടാകത്തിന് മീതെ കൂടെ നടന്ന് ശിഷ്യന്മാരെടുക്കെത്തി. അപ്പൊ ആ ഒരു സമയത്തെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു 3 മണി തൊട്ട് ഒരു 6 മണി വരെ, 4-ാം യാമെന്ന അവിടെ ബൈബിളിൽ പറയുന്നത്. 4-ാം യാമത്തിൽ യേശു കടലിന്മീതെ നടന്ന് ശിഷ്യന്മാരടക്കം വന്നു. നോക്കിക്കേ, ആ സമയം ശിഷ്യന്മാർ വലിയൊരു പ്രതിസന്ധിയിലാണ്, അവർ പ്രതികൂലത്തിൽ അകപ്പെട്ടിരിക്കുക. വളരെ കാറ്റും കോളുമായിട്ട് അവരായിരിക്കുന്ന പടക് മുങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവർക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. സ്തോത്രം. ആ സമയത്ത് ആരവരെ സഹായിക്കാനോ? ഹല്ലേലൂയ, സ്തോത്രം. മറ്റു പടകുകളോ അല്ലെങ്കിൽ സഹായത്തിനോ നിലവിളിച്ചാൽ ഒരു മനുഷ്യൻ പോലെ ആ പരിസരത്തോ അല്ലെങ്കിൽ ആ കടലിൽ ആരെങ്കിലും ഉണ്ടാവും ആ സമയത്ത്. സ്തോത്രം. നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഈ ഒരു പ്രാക്ടിക്കലായിട്ട് ഈ ഒരു ടൈം നമ്മുടെ ലൈഫ് കണക്റ്റഡ് ആയി നോക്കിക്കേ. സ്തോത്രം. ഒരു 3 തൊട്ട് 6 വരെ മോർണിംഗ് ടൈം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ ആൾക്കാർ കിട്ടാത്തൊരു സമയം, അല്ലെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും വിളിക്കാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിക്കാൻ തയ്യാറാകുമോ? ഇല്ല. അങ്ങനത്തെ ഒരു, ശരിക്കും പറഞ്ഞാൽ തികച്ചും അനിശ്ചിതത്വം നിറഞ്ഞൊരു സമയമാണ്, ഒരു അസാധ്യമായ ഒരു ടൈമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു അസാധ്യതയുടെ ടൈമും ഇല്ല എന്ന ഞാൻ ഈ രാവിലെ സമയം പറയാൻ ആഗ്രഹം. അതായത് നമ്മുടെ മുമ്പിൽ അസാധ്യം എന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ, ഹല്ലേലൂയ, മുന്നോട്ട് എനിക്ക് എങ്ങനെ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇനി ഞാൻ എങ്ങനെ വിടുതൽ പ്രാപിക്കും, ഇതെന്നെ കൊണ്ട് സാധ്യമല്ലല്ലോ എന്ന്
വിചാരിക്കുന്ന സമയങ്ങളിൽ ചിന്തിച്ചു കൊള്ളണം. 4-ാം യാമത്തിലും തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ കഴിയും. ഹാലേലൂയ, ഹാലേലൂയ. അത് കർത്താവ് സമയ വിഷയമല്ല. കർത്താവിന് ഹാലേലൂയ സാധ്യതയുടെ പ്രശ്നമേ ഇല്ല. കർത്താവിന് ഏത് സമയത്തും നമ്മുടെ ഏത് വിഷയമായിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, അസാധ്യമെന്ന് നമ്മൾ പാടി ആരാധിച്ചതുപോലെ ഹാലേലൂയ, ഹാലേലൂയ. മുൻപ് ചെങ്കടലിൽ, പിന്നിൽ ഫറവോൻശയിലും അല്ലെങ്കിൽ എരിഹോ മതിലിന്റെ മുമ്പിൽ അത് നാം നിന്നെന്ന് വന്നാലും സ്തോത്രം, തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ, യേശു നമ്മളെ നിർബന്ധിച്ചയച്ചതാണെങ്കിൽ, നാം യേശുവിന്റെ ട്രാക്കിലാണ് നാം പോകുന്നതെങ്കിൽ, യേശുവിന്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് നാം പോകുന്നതെങ്കിൽ, തീർച്ചയായും കർത്താവ് വിഷയത്തിൽ ഇടപെട്ടിരിക്കും. ഹാലേലൂയ, സന്തോഷമുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. 4-ാം യാമം പോലെ സാധ്യതകൾ നിറഞ്ഞ വിഷയമായിരിക്കാം. ഹാലേലു, ആ വിഷയത്തിൽ ഇടപെടുവാൻ എന്റെ യേശു നമ്മുടെ കൂടെ വരും കേട്ടോ. ഹാലേലു, പകൽക്കാലം നാം വിശ്വസിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം. ഇവിടെ വന്ന ശേഷം നോക്കിക്കേ, കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു. അയാം. അതാ നമ്മുടെ കർത്താവിന്റെ നാമം. ഹാലേലു, ഒരു മാറ്റം അതിനില്ല. ഞാൻ ആകുന്നു. ഞാനാകുന്നു. അവിടുന്ന് പറയുക, കർത്താവ് ആരാന്നുള്ള വെളിപ്പെടുത്തുക ശിഷ്യന്മാരെടുത്ത്. ഞാനാകുന്നു. നമ്മുടെ പ്രശ്നത്തിന് മുമ്പിൽ വന്നു നിന്നിട്ട് ഞാൻ ആകുന്നു എന്ന് പറയുന്ന നാഥന്റെ ശബ്ദം കേൾക്കുവാൻ തക്കാണ് നമ്മുടെ ചെവികളെ നാം ട്രെയിൻ ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. പ്രയാസങ്ങളുടെ മധ്യത്തിൽ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കണം. ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു. പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ആ ശബ്ദം നമ്മുടെ ചെവിയിൽ ഇങ്ങനെ അലയടിച്ച് കേൾക്കണം. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം, അവിടെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പിന്നെ പറയുക സ്തോത്രം. അപ്പോൾ പത്രോസ് ചോദിച്ചൊരു കാര്യമുണ്ട്. കർത്താവെ, നീ ആകുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ. ഹല്ലേലൂയ, എന്റെയും അതുപോലെ നടക്കാനൊന്ന് സഹായിക്കണേ. പത്രോസിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാനൊക്കെ ചിന്തിക്കുക, സ്തോത്രം. ആ സമയത്ത് എനിക്ക് പത്രോസിന്റെ ഒരു കുഞ്ഞു കുട്ടിയോട് എന്താ പറയാ ഉപമപ്പെടുത്താനാ തോന്നിയത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ചോദിക്കത്തുള്ളൂ അല്ലെ? സ്തോത്ര. ഹാലേലൂയ. പപ്പയാണെങ്കിൽ ഞാൻ വരട്ടെ എന്ന് ചോദിക്കും. അത് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഒരു ഉയർന്ന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ പിന്നെ അത്രയും മുതിർന്ന ഒരാൾ ഒരിക്കലും ആ ഒരു ചിന്ത വരത്തില്ല. സ്തോത്രം. ഹാലേലൂയ. പിള്ളേരാണെ ചോദിക്കും. ഹാലേലൂയ. ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പന്മാരിങ്ങനെ എന്നിട്ട് കൈ കാണിക്കുക, പിള്ളേർ എടുത്ത് ചാടുന്ന, ശൂന്യതയിലോട്ടൊക്കെ എടുത്ത് ചാടുമ്പോൾ അപ്പന്മാരെ കൈ അവർ പിടിക്കുന്നതൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കൊരു ശരിക്കും ഒരു പൂർണ്ണമായൊരു വിശ്വാസം പത്രോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. യേശുവാണെങ്കിൽ ഹല്ലേലൂയ വെള്ളത്തിന്റെ മീതേക്ക് കടക്കുവാൻ അവിടെ നിന്ന് സഹായിക്കാൻ ഞാൻ താന്നു പോകത്തില്ല. അതൊരു ടെസ്റ്റിംഗ് ഫെയ്ത്ത് കൂടിയായിരുന്നു പത്രോസിനെ സംബന്ധിച്ച്. കർത്താവാണെങ്കിൽ ഞാൻ താന്നു പോകത്തില്ല എന്നൊരു ഫെയ്ത്ത് പത്രോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. കർത്താവ് പറയുക സ്തോത്രം, നീ വാ, വരിക എന്ന് കർത്താവ് പറയാനിടയായി. സ്തോത്രം. പോലെ പത്രോസ് ഒരുപക്ഷെ ചിന്തിച്ചു കാണും, പടകിൽ യേശുവില്ല, പടക് ആടി ഉലയുക, യേശു ഇല്ലാത്ത പടകിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? യേശു ഇല്ലാത്ത പടകിലും നല്ലത് സ്തോത്രം, യേശു നിൽക്കുന്ന കടലിന്റെ മീതയാ. രാവിലെ സമയം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും യേശുവില്ലാത്ത പടക്, അസാന്നിധ്യമില്ലാത്ത പടക്, അല്ലെങ്കിൽ അതൈവ ശബ്ദമില്ലാത്ത പടകിൽ നാം നിൽക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ മനുഷ്യ കണ്ണുകൾക്ക് ചിന്തിക്കാനോ നനയ്ക്കാനോ കഴിയാത്തൊരു കാര്യമായിരിക്കാം. എന്നാൽ പോലും യേശു നിൽക്കുന്നിടത്ത്, യേശു ഉള്ളിടത്ത് നിൽക്കുന്നതാ നമ്മളെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത്. സ്തോത്രം. പത്രോസ് എടുത്തത് ഒരു സൂപ്പർ നാച്ചുറൽ സ്റ്റെപ്പാണ്. പത്രോസ് എടുത്തത്. ഹല്ലേലൂയ. അവന് ഉറപ്പായിരുന്നു സ്തോത്രം, എന്റെ തമ്പുരാൻ എന്റെ കയ്യിൽ പിടിക്കുമെന്ന്. ഈ പകൽക്കാലം വിശ്വസിക്കണം. പക്ഷേ ഒരു സൂപ്പർ നാച്ചുറൽ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ നമുക്ക് എടുക്കേണ്ടതായി വന്നതിരിക്കാം. അപ്പോൾ അധൈര്യപ്പെട്ടു പോകരുത്, വിശ്വസിച്ചു കൊണ്ടെടുക്കണം. കാരണം തമ്പുരാൻ പറഞ്ഞതാണെങ്കിൽ തമ്പുരാൻ കയ്യിൽ പിടിച്ചിരിക്കും കേട്ടോ. ഈ പകൽക്കാലം ചിലരെ നോക്കി ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നിങ്ങളെ വിളിച്ച ഈ വിശ്വാസ മാർഗത്തിലോട്ട് തമ്പുരാൻ കൊണ്ടുവന്നതാണെങ്കിൽ ഒരുപക്ഷെ ഹല്ലേലൂയ നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമായി നിങ്ങളുടെ മുമ്പിൽ വന്നതിരിക്കാം. ധൈര്യത്തോടെ അതെടുത്തോണം. കാരണം തമ്പുരാൻ കൈക്ക് പിടിക്കാൻ, മുങ്ങിപ്പോകാതെ താണു പോകാതെ പിടിക്കുവാൻ എന്റെ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഈ പകൽക്കാലം മറന്നു പോകരുത്. ഒരുപക്ഷെ കൂടെ നിന്നവർ ഇവരെന്താ വട്ടുണ്ടോ, പത്രോസ് ചോദിക്കുന്നത് കേട്ട ഇവന് വേറെ പണിയൊന്നുണ്ടേ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു കാണും. മറ്റുള്ള അഭിപ്രായം തേടാൻ പോകരുത്, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ നമ്മൾ പോകരുത്. ഞാനും എന്റെ കർത്താവും തമ്മിലാ കാര്യം, ഞാനും എന്റെ കർത്താവും തമ്മിലാ ബന്ധം. ആ ഒരു ഉറപ്പുള്ളവർ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ പറയാം. ഹല്ലേലൂയ.
അല്ല നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹാലയിലൂയ. ഹാലയിൽ സഹായത്തിനോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും നമ്മുടെ കൂടെ ഇല്ലെന്ന് വരാം. പക്ഷെ ഹാലയിൽ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധത്തിന്റെ ആഴത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം, അല്ല സൂപ്പർ നാച്ചുറൽ ആയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളുടെ മൈൻഡിനെയും നമ്മുടെ ഹൃദയത്തെയും സ്വർഗം രൂപപ്പെടുത്തിയിരിക്കും. ഹാലയിലൂയ. ആ ഒരു ഫെയ്ത്ത്, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടൊരു ഫെയ്ത്ത് നമ്മളിലോട്ട് കയറണമെങ്കിൽ കർത്താവുമായിട്ടുള്ള വലിയ ബന്ധത്തിലോട്ട് നാം ഈ പകൽക്കാലം വരേണ്ടത് ആവശ്യമാണ്. അവിടെ അസാധ്യമായ മണ്ഡലങ്ങൾ തുറക്കപ്പെടും. അതായത് വഴികളുടെ തുറക്കപ്പെടും, വാതിലുകൾ തുറക്കപ്പെടും. ഹാലലുയ സ്തോത്രം. അവിടെ നാം വിജയത്തെ കാണുക തന്നെ ചെയ്യും. ഹാലലുയ. നോക്കിക്കേ, പത്രോസ് ഹാലലു വെള്ളത്തിന് മീതേക്ക് കടന്നു. സ്തോത്രം. അവൻ ഇന്ന് വരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ഹാലലൂയ. അവൻ വെള്ളവുമായിട്ട് നല്ല ശീലമുള്ള, നല്ല പരിചയമുള്ളവനാ കഴിഞ്ഞ അവന്റെ പാസ്റ്റ് ലൈഫില്. പക്ഷെ ഇന്ന് വരെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിട്ടില്ലാത്ത, അവൻ ശീലിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ശീലിപ്പിക്കുക കർത്താവ് അവിടെ. റബാലഭശകനാണെങ്കിൽ അവനൊരു കാലെടുത്ത് വെച്ചിട്ടോ നോക്കിക്കേ, വെള്ളം. ഹാലലുയ. അവന്റെ കാലിന്റെ താഴെയാണ്. കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ പത്രോസിന് പറയാൻ കഴിയും, ഇതിനു മുൻപൊക്കെയും ഞാൻ വെള്ളത്തിൽ താണുപോകുന്ന അനുഭവങ്ങളെ ശീലിച്ചിട്ടുള്ളൂ. പക്ഷേ സ്തോത്രം, യേശുവിന്റെ വാക്ക് കേട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ വെള്ളം എനിക്ക് താഴെ, എന്റെ കാലിന് താഴെയാണ് വെള്ളം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വെള്ളത്തിന് മീതെ നിൽക്കുന്നത്. സ്തോത്രം. യേശുവിന്റെ വാക്ക് കേൾക്കുമ്പോൾ, യേശുവിനെ പിൻഗമിക്കുമ്പോഴുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് സ്തോത്രം. ഹാല് നമ്മുടെ വാക്കുകൾക്ക് മീതെ ചിലത് കീഴടങ്ങും കേട്ടോ. നമ്മുടെ കാലുകൾക്ക് മീതെ ചിലത് കീഴടങ്ങും കേട്ടോ. സ്തോത്രം. പത്രോസ് ഹാലയിൽ വെള്ളത്തിന് മീതെ നിൽക്കുക. ഹാലവൻ താണു പോകുന്നില്ല. അവന്റെ ആ മൊമെന്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹാലയിൽ അവന്റെ എക്സൈറ്റ്മെന്റ് ഒന്ന് മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. അവൻ ഇന്ന് വരെ ജീവിതത്തിൽ അവൻ രുചിച്ചിട്ടില്ലാത്തൊരു കാര്യം രുചിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ആ വെള്ളത്തിന് മീതെ അവൻ നിൽക്കുക. ഹാലയിൽ പെട്ടെന്ന് നോക്കിക്കേ. സ്തോത്രം. കാറ്റടിച്ചപ്പോൾ വീണ്ടും അവൻ ഭയപ്പെട്ട് അവൻ മുങ്ങുക തുടങ്ങി. ഒറ്റ നിലവിളിയ, കർത്താവേ രക്ഷിക്കണമേന്ന് ഒരൊറ്റ നിലവിളിയ പത്രോസ് അവിടെ കിടന്നുകൊണ്ട് കർത്താവിനെ നോക്കി പറഞ്ഞു, അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു? അതിന്റെ അർത്ഥം ഹല്ലേലൂയ. നമ്മുടെ സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് ഒക്കെ എടുത്ത് ചിലതിലോട്ട് നാം കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ഇടിച്ചു കളയുന്ന വിധം പ്രതീക്ഷിക്കാത്ത ചില കാറ്റുകൾ ഇതുപോലെ വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാം ഭയപ്പെട്ടു പോകരുത്. അപ്പോഴും നമുക്ക് ആശ്രയിപ്പാൻ, അപ്പാ എന്നെ രക്ഷിക്കണം എന്നൊരൊറ്റ വാക്ക് പ്രാർത്ഥന അവിടെ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ഒരൊറ്റ നിലവിളിയാ. സ്തോത്രം. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന അപ്പോൾ തന്നെ, ഉടൻ തന്നെ കർത്താവ് കൈനീട്ടി അവരെ പിടിച്ചു എന്നാ കേൾക്കുന്നത്. സ്തോത്രം. കർത്താവെ എന്ന് നിലവിളിച്ചപ്പോ ഉടനെ ഇമ്മീഡിയറ്റ് ആക്ഷനാ. ഹാലലൂയ. അങ്ങനെയുള്ള ചില നിലവിളികൾ. ഹാലലൂയ. സ്തോത്രം. ഹാലലൂയ. അവിടെ പെട്ടെന്ന് മറുപടി കർത്താവ് അയക്കും കേട്ടോ. സ്തോത്രം. നോക്കിക്കേ. ഹാലലൂയ. ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. ഹാലലൂയ. എന്നെ ചിന്തിപ്പിച്ച് അടുത്ത ആരുകൂടി പറഞ്ഞിട്ട് എന്റെ വാക്കുകളെ ഇവിടെ നിർത്താൻ പോവുക. ലാസ്റ്റ് വാക്യത്തിലോട് കടന്നു വരുമ്പോൾ സ്തോത്രം. ഹാലലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹാലലൂയ. യേശു ഉടനെ കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. അതിനുശേഷം പിന്നെ 32-ാമത്തെ വാക്യം, അവർ വെള്ളത്തിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. പ്രൈസ് ഗോഡ്. ഹാലലൂയ. അവർ വെള്ളത്തിൽ കയറിയപ്പോൾ. സ്തോത്രം. ഇതിനു മുൻപ് കാറ്റുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഓളങ്ങൾ കൊണ്ട് ആടി ഉലഞ്ഞ വെള്ളമാണ്. യേശു ഇല്ലാത്ത വെള്ളമായിരുന്നു. സ്തോത്രം. അത് ആടി ഉലയാൻ തക്കൊന്നും ഇടയായി. എന്നാൽ ഇപ്പോൾ നോക്കിക്കേ, യേശുവിനോടൊപ്പം പത്രോസ് പടകിൽ കയറിയത്. യേശുവിനോടൊപ്പം. ഹാലലൂയ. അവിടെ കാറ്റ് അമർന്നു. സ്തോത്രം. അവിടെ ശാന്തത ഉണ്ടായി. സ്തോത്രം. ഹാലലൂയ. അവിടെ സന്തോഷത്താൽ നിറയാതക്കൊണ്ട് ഇടയായി തീർന്നു. ഈ പകൽക്കാലം സ്തോത്രം, സ്തോത്രം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും യേശു ഉണ്ടായിരിക്കട്ടെ. ഹാലലൂയ. നാം ആയിരിക്കുന്ന ജോലിയും യേശുവിനോടൊപ്പം ജോലി ചെയ്യാൻ സഹായിക്കട്ടെ. ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ വേണം. നാം ആയിരിക്കുന്ന ശുശ്രൂഷയിൽ, ഹാലലൂയ, നാം ആയിരിക്കുന്ന ബിസിനസ്സിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായിക്കോട്ടെ, അവർ ഒരുമിച്ച് കയറിയത് പറയുന്നത് പോലെ ഈ പകൽക്കാലം കർത്താവ് പറയുക, സ്തോത്രം, കുഞ്ഞെ നീ തന്നെയല്ല, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഹാലലൂയ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഹാലലൂയ. തുറന്നുകൊണ്ട് വായിക്കുമ്പോൾ എന്റെ നേരത്തെ ദേശത്ത് പോയിട്ട് ശക്തമായ ഒരു മിനിസ്ട്രി കർത്താവ് ശിഷ്യന്മാരും കൂടെ ഇവിടെ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലായിട്ട് അല്ലെങ്കിൽ ഈ പകൽക്കാലം ആ ചിന്ത ഒന്ന് ഏറ്റെടുക്കണമേ ദൈവമക്കളെ. സ്തോത്രം. ഞാൻ തനിയെ അല്ല, എന്റെ യേശു എന്റെ പടകിലുണ്ട്. ഞാനും എന്റെ യേശു ഒരുമിച്ച്
ഒരുമിച്ചാ ചെയ്യുന്നത്. ഞാനും എന്റെ യേശു ഒരുമിച്ചാ നടക്കുന്നത്. ഞാനും എന്റെ യേശു ഒരുമിച്ച്. ഒരുപക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും, നിങ്ങളുടെ ഭാരങ്ങൾ പങ്കിടാൻ പോലും മറ്റാരും പലപ്പോഴും കാണില്ലായിരിക്കും. പക്ഷെ മറന്നു പോകരുത്, യേശു നിങ്ങളുടെ പടകിലുണ്ട് കേട്ടോ. ഹാലേലൂയ. ആ യേശുവിനോട് പറയാൻ കഴിയാത്തതായി, ഷെയർ ചെയ്യാൻ കഴിയാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഒന്നും ഉണ്ടാവുകയും വരുത്. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നാളായാമത്തില് അതുപോലെ അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളുടെ മധ്യേ കടന്നു വന്ന് നമ്മൾക്ക് വിടുതൽ തരുവാൻ കഴിവുള്ള യേശു ഹാലേലൂയ നമ്മളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ജീവിത പടയിൽ കർത്താവ്, സാധ്യമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മാനുഷിക ബുദ്ധിക്കോ ചിന്തയ്ക്കോ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളുടെ മധ്യേ എന്റെ യേശു വന്നാൽ ഹാലേലൂയ അതൊരു വിടുതലുണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവ്. അങ്ങേക്ക് വരാൻ കഴിയുമെന്നും ഇടപെടാൻ കഴിയുമെന്നും അതിനെ ശാന്തമാക്കാൻ കഴിയുമെന്നും എന്റെ യേശു പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്നപ്പ. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കട്ടെ കർത്താവ്. അവരുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളുടെ മധ്യയിൽ എന്റെ യേശു ഇടപെടുന്നതിനായി സ്തോത്രം. ശാന്തത കൊടുക്കുന്നതിനായി സ്തോത്രം. എന്റെ യേശു അവരോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. വലിയ ദൈവ മഹത്വത്തെ കാണുവാൻ തക്കവണ്ണം എന്റെ മക്കളെല്ലാം ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരും. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ.